അപ്പൊ അതൊക്കെ വന്നപ്പോ ഇപ്പൊ അവര് ഔദ്യോഗിക ഭാഗത്തു നിന്ന് തന്നെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇതേക്കുറിച്ച് വന്നിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ഹനീഫ് കായക്കൊടി ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ്. ആ വിശദീകരണം കൃത്യമായി അവർ ഈ വിഷയത്തെ എത്രമാത്രം അവരെ ഈ വിഷയം സമൂഹമധ്യത്തിൽ അപമാനിതരാക്കി എന്നതിന്റെ ഒരു പ്രതികരണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹനീഫ് കായക്കൊടി പറയുകയാണ്, അവര് പറയുന്നത്, ഞങ്ങൾ വ്യക്തികളെ ഞങ്ങൾ കാഫിറാക്കില്ല, വ്യക്തിയെയോ വ്യക്തികളെയോ ഞങ്ങൾ കാഫിറാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അയാൾ ഇതാണ്, ആരെയെങ്കിലും മുശ്രിക്കോ കാഫിറോ ആക്കുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതിയല്ലെന്ന് പല പ്രാവശ്യം വ്യക്തമാക്കിയതാണ്. എന്താണ് ശിർക്കെന്നും കുഫുറെന്നും പഠിപ്പിക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത്. നമുക്കതൊന്ന് പരിശോധിക്കാം. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ അവരുടെ ആചാര്യനും അപ്പോസ്തലനുമായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1100-കളിൽ വഹാബി പ്രസ്ഥാനം സൗദി അറേബ്യയിൽ സ്ഥാപിച്ചു. പ്രവർത്തനം ആരംഭിച്ചിടം മുതൽ ഇന്നേ വരെ 2024 വരേക്കുമുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ ഇവിഷയകമായിട്ടുള്ള നിലപാട് എന്താണ് എന്ന് നമുക്ക് കൃത്യമായി നമുക്ക് പരിശോധിക്കാം. മറ്റൊരു വിഭാഗമായ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതിന്റെ വക്താവായ അബ്ദുൽ മലിക് സലഫിയും ഇവിഷയകമായിട്ട് ഫേസ്ബുക്കിൽ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ്. അയാളും പറയുന്നത്, ഞങ്ങൾ ശിർക്കും കുഫറും വ്യക്തമാക്കി കൊടുക്കും, അതിൽ ചാടരുത് എന്ന് പറയും. അതേസമയം ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ വിഷയത്തിൽ വന്ന വീഴ്ച പ്രസ്ഥാനം ഏറ്റെടുക്കാറില്ല. പിന്നെ ചുഴലി പറഞ്ഞതോ, അയാൾ പറഞ്ഞത് ഇവിടെ ആരും അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോ ഒരു അടവുമാറ്റ നയവുമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ എന്താണ് വസ്തുത? വഹാബി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആശയ അടിത്തറ 4 കാര്യങ്ങളിലാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തുക, സാദൃശ്യപ്പെടുത്തുക, തുല്യമാക്കുക. ഇതാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ആരോപണമായിട്ട് പറയില്ല. ജഗന്നിയന്താവായ അല്ലാഹുവിനെ പോലും പടപ്പുകളോട് സാമ്യപ്പെടുത്തുകയും അതല്ലെങ്കിൽ പടപ്പുകളെ പടപ്പായിട്ട് നമ്മൾ വിശ്വസിച്ചു പോരുന്ന ചില വസ്തുക്കളെ പടച്ചോന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന അതിഗൂഢമായ വിശ്വാസ ദൗർബല്യം അല്ലെങ്കിൽ വിശ്വാസ വ്യതിയാനം സംഭവിച്ചവരാണ് വഹാബി പ്രസ്ഥാനം. ഇത് നമ്മൾ ആരോപിക്കല്ല. എന്റെ കൈവശമുള്ളത് ചോദ്യങ്ങൾ മറുപടികൾ എന്ന ഈ പുസ്തകം വളരെ കാലം KNMന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം രചിച്ച KNM പബ്ലിഷിംഗ് വിംഗ് മുജാഹിദ് സെന്റർ കോഴിക്കോട് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ എന്താണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ വിശ്വാസ അപകടം നിറഞ്ഞ ഒരു വരി, അതാണ് ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിന്റെ 77-ാമത്തെ പേജ് പറയാം. അങ്ങനെ വരുമ്പോൾ, എങ്ങനെ വരുമ്പോൾ എന്നുള്ളത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവന്റെ സിംഹാസനവും അതിലെ അവന്റെ ആരോഹണവും ഒന്നും സൃഷ്ടികളുടേത് പോലെയോ തുല്യമോ ആയിരിക്കയില്ല. ഇനിയും എവിടെയാണ് മുജാഹിദുകളുടെ അള്ളാഹു മനുഷ്യരൂപത്തിലാകുന്നത്? അള്ളാഹു അവന്റെ സൃഷ്ടികളെ പോലെയൊന്നുമല്ല. എങ്കിൽ അവന്റെ കൈ സൃഷ്ടികളുടേതുപോലെയായിരിക്കില്ലല്ലോ.
അവന്റെ കണ്ണ് സൃഷ്ടികളുടെ കണ്ണ് പോലെയായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവന്റെ സിംഹാസനവും അതിലവന്റെ ആരോഹണവും ഒന്നും സൃഷ്ടികളുടേത് പോലെയോ തുല്യമോ ആയിരിക്കില്ല. അള്ളാഹുവിന്റെ അർശ് സൃഷ്ടികളുടേത് പോലെയോ തുല്യമോ അല്ല. പിന്നെ എന്താണ് സാധനം? അള്ളാഹുവിന്റെ അർശ് സൃഷ്ടികളുടേത് മഖ്ലൂക്കിനെ പോലെയോ അതിനോട് തുല്യമോ അല്ല. പിന്നെന്താണത്? അള്ളാഹുവിന്റെ ഭാഗമാണ്. ഇതാണോ ദീനിന്റെ വിശ്വാസം? ഞാൻ ഇതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏത് മദ്രസ കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. അർശ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ സൃഷ്ടിയാണ് എന്ന് അറിയാത്ത ഒരാളും ഈ സദസ്സിലോ ശബ്ദം ശ്രവിക്കുന്നവരിലോ ഇല്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഞാൻ വായിക്കാം. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇന്നല്ലാഹ ജല്ല ദിക്റുഹു ഖലഖൽ അർശ ഫസ്തവ അലൈഹി. മജ്മുഉ സവായിദിൽ ഈ ഹദീസ് കാണാം. അള്ളാഹു അർശിനെ പടച്ചു, എന്നിട്ട് അതിന്റെ മേൽ അധിപനായി. അപ്പൊ അർശ് മഖ്ലൂഖാണ്. എ പി അബ്ദുൽ ഖാദിർ മൗലവി പറയുന്നു, അർശ് സൃഷ്ടികളെ പോലെയോ അതിനോട് തുല്യമോ അല്ല. അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹുവിന്റെ കയ്യ്, അള്ളാഹുവിന്റെ കാല് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ അള്ളാഹുവിന് ഭാഗം നിർണയിക്കുന്നു. ആ ഭാഗത്തിൽപ്പെട്ട ഒരു ഭാഗമായിട്ട് അർശിനെ പഠിപ്പിക്കുന്നു. എത്ര ഗുരുതരമായ അപകടമാണിത്! വഹാബി പ്രസ്ഥാനത്തിന്റെ രണ്ടാമത്തെ ഗുരുതരമായ പിഴവ് തൗഹീദിനെ വിഭജിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പത്തെ സന്ദർഭത്തിൽ പോകുന്നില്ല. മൂന്നാമത്തെ അവരുടെ ഗുരുതരമായ അബദ്ധം, അഷ്റഫുൽ ഖൽഖ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് രൂപത്തിലാണോ ബഹുമാനിക്കേണ്ടത് എങ്കിൽ ആ നിലയിൽ തഅ്ളീം ചെയ്യാൻ അവർ കൂട്ടാക്കുന്നില്ല എന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നമ്മുടെ ചർച്ചകളിലും സംസാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം വിശദീകരിക്കപ്പെടും. അതുകൊണ്ട് അതിലേക്കും ഞാൻ പോകുന്നില്ല. നാലാമതായിട്ടാണ് വഹാബി പ്രസ്ഥാനം മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നുള്ളത്. തങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധരായ മുസ്ലിംകളെ അവരെ കാഫിറാക്കുക എന്ന ആ ഒരു നയത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. നിഷേധിച്ചിട്ട് കാര്യമില്ല. ഹനീഫ് കായക്കൊടി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത് കൊണ്ട് അത് ഇല്ലാതെയാകില്ല. അബ്ദുൽ മലിക് സലഫിയുടെ കുറിപ്പിലൂടെ തേഞ്ഞുമാന് പോകുന്നതല്ല നിങ്ങളുടെ ഈ അസ്ല്. തക്ഫീറുൽ മുസ്ലിമീൻ, പ്രഗൽഭനായ ഹനഫി പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇബ്നു ആബിദീൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ദുർറുൽ മുഖ്താറിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, കമാ വഖഅ ഫീ സമാനിനാ ഫീ അത്ബാഇ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് الذين خرجوا من نجد وتغلبوا على الحرمين وكانوا ينتهلون مذهب الحنابلة لكنهم اعتقدوا വഹാബി പ്രസ്ഥാനത്തിനെ കുറിച്ച് പറയാം. لكنهم اعتقدوا أنهم هم المسلمون. വഹാബി പ്രസ്ഥാനക്കാർ, കേരളത്തിൽ മുജാഹിദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, അവർ വിശ്വസിക്കുന്നത് തങ്ങളാണ് മുസ്ലിങ്ങളെന്നും തങ്ങളുടെ വിശ്വാസത്തിന് എതിർ വിശ്വസിക്കുന്ന എതിരായ ആളുകൾ എല്ലാം അവർ മുശ്രിക്കുകളാണ് എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഴയ കാലത്തു തന്നെ വഹാബി പ്രസ്ഥാനം ഇവിടെ സൗദി അറേബ്യയിൽ ഉടലെടുത്ത സന്ദർഭത്തിൽ തന്നെ അതിന്റെ തൊട്ടുശേഷം രചിക്കപ്പെട്ട പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ പല ഗ്രന്ഥങ്ങളിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ തക്ഫീറുൽ മുസ്ലിമീൻ ഇത് എന്ന് തുടങ്ങിയതാണ്. യഥാർത്ഥത്തിൽ ഈ വഹാബി പ്രസ്ഥാനം ആവിഷ്കരിച്ച ഒരു സംഗതി അല്ലത്. ഇതിനവർക്ക് മാതൃകയുണ്ട്. ഇതിനവർക്കുള്ള മാതൃക ഖവാരിജുകളാണ്. ഖവാരിജുകളെ സംബന്ധിച്ച് സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നഹും ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത് ഫിൽ മുശ്രികീന ഫജഅലൂഹാ ഫിൽ മുസ്ലിമീൻ. മുശ്രിക്കുകളിൽ അവതരിച്ച ഖുർആനിക ആയത്തുകളെ ആ ഒരു കോണ്ടസ്റ്റിൽ നിന്ന് പറിച്ചുനാട്ടി അതിനെ മുസ്ലിമീങ്ങൾക്ക് മേൽ അവതരിപ്പിച്ചുകൊണ്ട് കുഫ്രാരോപണം നടത്തിയവരാണ് ഖവാരിജുകൾ. അവരോട് സംവാദം നടത്തിക്കൊണ്ട് അവരുടെ ആരോപണത്തെ പരാജയപ്പെടുത്തിയ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചരിത്ര പ്രസിദ്ധമായ മുനാദറ, വാദപ്രതിവാദം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അവർ ഒന്നോ രണ്ടോ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആ സംവാദത്തിൽ ഈ തക്ഫീർ വാദത്തിന് ഉപോത്ബലകമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചത്. പക്ഷേ അവർ ഉദ്ധരിച്ച ആ ആയത്തിനപ്പുറം ഒരുപാട് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഖുർആനിക ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ വാദത്തെ പൊളിച്ചടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഞാൻ ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു വലിയ സ്വഹാബിയായിരുന്നില്ലേ? കാന ജാബിറുൻ റളിയല്ലാഹു തആല അൻഹു യുജാവിറു ബിമക്കത 6 അശ്ഹുർ. ജാബിർ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ 6 മാസം തങ്ങുകയായിരുന്നു. വകുന്നാ നഅതീഹി ഫീ മൻസിൽ, അബൂ സുഫിയാൻ പറയാണ്, വകുന്നാ നഅതീഹി ഫീ മൻസിലിഹി ഫീ ബനി ഫിഹ്റിൻ ഫസഅലഹു റജുലുൻ അകുൻതും തുസമ്മൂന അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി മുശ്രിക. നിങ്ങൾ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് വല്ലവനെ കുറിച്ചും മുശ്രിക്കെന്നോ അല്ലെങ്കിൽ ഔ കാഫിറൻ, കാഫിറെന്നോ നിങ്ങൾ ഉന്നയിക്കുമോ, നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഅദല്ലാഹ്, മഅദല്ലാഹ്, മുശ്രിക്കെന്നും കാഫിറെന്നും പറയുകയോ? മഅദല്ലാഹ്, ലാ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതൊരിക്കലും പറ്റുകയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, ഇന്നലി ജാറൻ യശ്ഹദു അലയ്യ ബിശ്ശിർക്ക്, എനിക്കൊരു അയൽവാസിയുണ്ട്, ഞാൻ മുശ്രിക്കാന്നാണ് അയാൾ പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഫലാ തഖൂൽ, നിനക്ക് അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് ഫതുകദ്ദിബഹു, അവനാ പറയുന്നത് കളവാണ് എന്ന് നിനക്ക് അവനോട് പ്രതികരിച്ചുകൂടായിരുന്നില്ലേ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എത്ര കാര്യങ്ങൾ, ഈ ശിർക്കാരോപണവും ഈ കാഫിറാണെന്ന് പറയലും സ്വാമിയാണെന്ന് പറയലും മസ്ജിദുകളെ അമ്പലങ്ങളാണെന്ന് പറയലും ഇത് ചെറിയ വിഷയമാണോ? വഹാബി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബ്ഹാത്ത് മാത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയാണ്, വഅന്ന ഖസ്ദഹുൽ മലായിക വൽ അംബിയ വൽ ഔലിയ, മലക്കുകളെ, അംബിയാക്കളെ, ഔലിയാക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ട് യുരീദൂന ശഫാഅതഹും വതഖറബ ഇലല്ലാഹി ബിദാലിക്, അവരുടെ ശഫാഅത്ത് അപേക്ഷിക്കുക, അവരുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കുക, അവരിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുക എന്ന തവസ്സുൽ ചെയ്യുക. ഇതാണ് ഹുവല്ലദീ അഹല്ല ദിമാഅഹും വഅംവാലഹും. വഹാബി പ്രസ്ഥാനത്തിന്റെ തക്ഫീറിന്റെ പ്രത്യാഘാതങ്ങൾ, അവരുടെ രക്തങ്ങളെ, അവരുടെ ജീവനുകൾ അപായപ്പെടുത്തണം, അത്തരക്കാരുടെ ജീവനുകൾ അപായപ്പെടുത്തണം, അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കണം എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കശ്ഫ് ശുബ്ഹാത്തിന്റെ 6-ാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സഊദി അറേബ്യയിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളുടെ അടിസ്ഥാനം എന്താണ്? കേവലം ഒരു രാഷ്ട്രീയ വിഷയമല്ല. ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഴുത്തുകളിൽ നടന്നു വീണ രക്തങ്ങളെ കൊണ്ട് സൗദി അറേബ്യയുടെ പഞ്ചാര പോലുള്ള മണൽ തരികളെ ചെഞ്ചായമണിയിപ്പിച്ചത് ഈ അടിത്തറയിൽ നിന്നാണ് എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രങ്ങൾ വിശദീകരിച്ച പുസ്തകങ്ങൾ തന്നെ അറബിയിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സാമ്പിളിന് വേണ്ടി ഒരൊറ്റ വാചകം മാത്രം വായിക്കാം. ഇതേതാ പുസ്തകം? അഷ്ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഡോക്ടർ അറഫാത്ത് ലഫർ എഴുതിയ പുസ്തകമാണ്. ലഖ്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്, ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 78-ാമത്തെ പേജിൽ, അല്ലെങ്കിൽ ഇതിന്റെ 79-80-ാമത്തെ പേജിൽ പറയുന്നു, അൽ ജിഹാദ് മിമ്മാ ലാ ജിദാല ഫീഹി അന്ന ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലം യഅ്തബിർ മൻ സറഫ മിനൽ ഇബാദാത്തി ലിഗൈരില്ലാഹി ഇസ്ലാമ വലിദാ ഫഇന്നഹു കാന യഖൂമു ബിൽ അംരി ബിദ്ദഅവതി ഇല തൗഹീദി വതൻഫീദി അവാമിരില്ലാഹ് ബിലാ ഹവാദത്തിൻ ഫമൻ അതാഅ
ഫഖദ് സലിമ വമൻ ഖാലഫ ഔ ആനദ ഫഖദ് ഹല്ല ദമുഹു വമാലുഹു. തന്റെ ആശയഗതിക്കും വാദഗതിക്കും വിരുദ്ധമായി നിലകൊള്ളുന്നവരെ ജീവൻ അപഹരിക്കണം, അവരെ കൊല ചെയ്യണം, അവരുടെ സമ്പത്ത് കൈവശപ്പെടുത്തണം എന്നതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അടിത്തറ എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് വഅലാ ഹാദൽ അസാസ് കാനത് വസവാതുഹും ഫീ നജ്ദിൻ വഖാരിജ് നജ്ദിൻ മിനൽ യമൻ വൽ ഹിജാസ് വലവാഹി സൂരിയ വൽ ഇറാഖ്. ഇറാഖിന്റെയും സിറിയയുടെയും മക്കയുടെയും മദീനയുടെയും യമനിന്റെയും നജ്ദിന്റെയും ഒക്കെ നാടുകളിൽ യുദ്ധങ്ങൾ നടത്തി 10,000-ങ്ങളെ കൊലപ്പെടുത്തിയത് ഈ ഒരു അടിത്തറയെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ 80-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലേ? അത് സൗദി അറേബ്യയിലല്ലേ? അത് അവിടല്ലേ? അത് അറബികളോടല്ലേ? അവിടുത്തെ മുസ്ലിങ്ങളോടല്ലേ? അവിടത്തെ വിഷയങ്ങളല്ലേ എന്നൊരു പക്ഷേ നമുക്ക് ഒരു ഒഴിഞ്ഞുമാറ്റുണ്ട്. തബ്ലീഗ് ജമാഅത്തുകാർക്കൊക്കെ അങ്ങനെ ഒരു ശൈലി ഉണ്ടല്ലോ. അവരവരുടെ ആചാര്യന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ അവരോട് പറയുമ്പോ അത് അവരെഴുതിയതല്ലേ, ഞങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ എന്നൊരു ഒഴിഞ്ഞുമാറ്റുള്ളത് പോലെ ഒരു പക്ഷേ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. പക്ഷേ നടപ്പില്ല, അത് നടക്കാൻ കഴിയില്ല. കാരണം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. KM മൗലവി ആരാണ്? KM മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ സ്ഥാപക നേതാവ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇത് നോക്കൂ, അൽ മുർഷിദാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അക്കാലത്ത് 1930-കളിലും അതിനുശേഷവും ഒക്കെ പ്രസിദ്ധീകരിച്ച അൽ മുർഷിദ്, ഈ അൽ മുർഷിദിൽ എന്താണ് പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന, ശബ്ദം ശ്രവിക്കുന്ന, ലൈവ് കേൾക്കുന്ന നിഷ്കളങ്കരായ ആളുകൾ ഇതൊന്ന് മനസ്സിലാക്കും. അവര് മുസ്ലിങ്ങളല്ലേ, നമ്മൾ മുസ്ലിങ്ങളല്ലേ? നമ്മളെ സംബന്ധിച്ച് അവരിപ്പോ മുശ്രിക്ക് എന്നൊന്നും ഔദ്യോഗികമായിട്ട് പറയുന്നില്ല എന്നല്ലേ പറയുന്നത്? പിന്നെ ചൊയലി മൗലവിയോ? അതൊരു ഒറ്റപ്പെട്ട ആള് എന്നാണ് പറയുന്നത്. ചൊയലി മൗലവി ഒരു ഒറ്റപ്പെട്ട ആളല്ലേ? ഒറ്റപ്പെട്ട ആളൊന്നുമല്ല. അവരുടെ വേദികളിലുള്ള നിറസാന്നിധ്യമായി എത്ര കാലം അയാൾ പ്രസംഗിച്ചു? ഈ പറഞ്ഞ പ്രഭാഷണം തന്നെ നടക്കുന്നത് എവിടെയാണ്? മുജാഹിദിന്റെ പള്ളിയിലുള്ള മിമ്പറിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഔദ്യോഗിക പരിവേഷത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം ശ്രവിക്കുന്നത് മുജാഹിദിന്റെ പ്രവർത്തകരാണ്. കഴിഞ്ഞ ജാമിഅ നദവിയ്യ ഇടവണ്ണയിലെ അവരുടെ വാർഷിക സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകനായിരുന്നത് ആരാണ്? ഈ പറഞ്ഞ മൗലവിയല്ലേ? പിന്നെ എങ്ങനെ തള്ളി പറയാം? പിന്നെ എങ്ങനെ അയാൾ ഒറ്റപ്പെട്ട വ്യക്തിയാണെന്ന് പറയാം? എന്നിട്ട് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ പറഞ്ഞ ഹനീഫ് കായക്കുടിയും അതുപോലെ തന്നെ അബ്ദുൽ മലിക് സലഫിയും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ അബ്ദുൽ മലിക് സലഫി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ചുഴലിക്കാറ്റ് കൊണ്ട് മാഞ്ഞു പോകുന്നതല്ല പടച്ചോൻ വിവാദം. ഈ ചുഴലിക്കാറ്റ് കൊണ്ട് മാഞ്ഞു പോകുന്നതല്ല പടച്ചോൻ വിവാദം. ഹനീഫ് കായക്കൊടി പറയുന്നത് മടവൂരിൽ മരിച്ചു കിടക്കുന്ന മുസ്ലിയാർ ഉടയോനും പടച്ചോനും ലോകനിയന്താവുമാണെന്നാണ് SYS-കാരുടെ വിശ്വാസമെങ്കിൽ അത് തുറന്നു പറയുക. എന്താണിത് ഈ സമീകരണം? പടച്ചോൻ വിവാദം എന്ന് ഏതോ ഒരാള് സോഷ്യൽ മീഡിയയിൽ അജ്ഞാതനായ ഒരാള് അയാൾ എന്തോ ഒരു പടച്ചോൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിറക്കി. ആരെങ്കിലും ഈ മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു കുട്ടി അതിനെ ഓൺ ചെയ്തോ? അതിനെ സപ്പോർട്ട് ചെയ്തോ? അതിനനുകൂലിച്ചോ? ആരാണ് അയാൾ? ആർക്കും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് വന്നു, അപ്പൊ അതിന് സമസ്ത മറുപടി പറയണം. ഇന്നിപ്പോ ഞാൻ പോലും ഒരു പ്രഭാഷണം കേൾക്കുകയാണ്. ഈ പാട്ട്, ആ പാട്ട് പാടിയതിനു വേണ്ടി സമസ്തയുടെ മുശാവറ മെമ്പർമാർ മറുപടി പറയണം. എന്താ സമസ്തയുടെ മുശാവറ മെമ്പർമാർ അതിനെ സപ്പോർട്ട് ചെയ്തു? അയാളോട് പാട്ട് പാടാൻ പറഞ്ഞു? മറിച്ച് അതിനെ എല്ലാവരും തള്ളി പറയാണ് ചെയ്തത്. ആ പാട്ട് പാടിയ ആള് അയാൾ എന്തർത്ഥത്തിലാണ് പാടിയത് അയാളോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പാട്ട് പാടാൻ പാടില്ല എന്നും ഇവിടെ വളരെ വ്യക്തമാണ്. പക്ഷെ അതും ഇതും എങ്ങനെ കൂട്ടിക്കുഴക്കാൻ പറ്റും?
ഷുഐലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്നത് ഏതോ ഒരു അജ്ഞാന വ്യക്തി ഏതോ ഒരു സോഷ്യൽ മീഡിയയില് എന്തോ പറഞ്ഞതാണോ? ആണോ? അതാണോ ഷുഐലി അബ്ദുള്ള മൗലവി? അപ്പൊ ഷുഐലിയുടെ വിവാദത്തിൽ നിന്ന് മെല്ലെ രക്ഷപ്പെടാൻ വേണ്ടി വേറെന്തെങ്കിലും വിവാദം മുസ്ലിമീങ്ങൾക്ക് ആരോപിക്കാം. ഒരു പാട്ടിറങ്ങി, അപ്പൊ അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ ആരോപണമാണ് ഇവരുടെ അടിത്തറ. ഷുഐലിയുടേത് ആരോപണമാണ്, മറ്റേത് അയാൾക്ക് സംഭവിച്ചൊരു വൈകല്യമാണ്. രണ്ടും സമീകരിക്കാൻ നിർവാഹമില്ല. അത് വെച്ചിട്ട് ഇതിനെ മറികടക്കാമെന്നുള്ള വ്യാമോഹം ഞങ്ങളുടെ മുമ്പിൽ, ഇസ്തിഖാമയുടെ മുമ്പിൽ, SKSFന്റെ മുമ്പിൽ നടപ്പിലാകുന്നതുമല്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്താണ്? KM മൗലവി മുജാഹിദ് വിഭാഗത്തിന്റെ പണ്ഡിത സഭയുടെ സ്ഥാപക നേതാവായ KM മൗലവി, അയാളുടെ നേതൃത്വത്തിൽ നടന്ന പ്രസിദ്ധീകരിച്ച അൽ മുർഷിദ് എഴുതി വെച്ചത് ഞാൻ ചില വരികൾ മാത്രം വായിക്കാം. നോക്കൂ നിങ്ങൾ. യാ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി അഗ്സിനി അഗ്സിനി, അല്ലയോ അഹ്മദ് കബീർ റിഫായി എന്നവരെ എന്നെ സഹായിക്കണമേ എന്ന് ചൊല്ലുന്നതിനെ കുറിച്ച് പറയാണ്. ദീനുൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദുകളായി മുശ്രിക്കുകളായി പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒറ്റപ്പെട്ട വ്യക്തിയാണ് KM മൗലവി. ഒറ്റപ്പെട്ട വ്യക്തിയാണോ? ഷുഐലി മൗലവി പറഞ്ഞല്ലേ പറഞ്ഞത്? എന്നിട്ട് അയാൾ പറയാണ്, സഹോദരന്മാരെ, യാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അഗ്സിനി അഗ്സിനി എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ ഇജാസത്ത് കൊടുക്കുന്നവരും ഇவ்விதം ഇജാസത്ത് വാങ്ങുന്നവരും തീർച്ചയായും മുർത്തദ്ദുകളും മുശ്രിക്കുകളും ആയി പോകുമെന്നാണല്ലോ നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവസാനിപ്പിച്ചില്ല. ദീനിന്റെ ഹുക്മിൽ അത് കുഫറും ശിർക്കുമാണെന്ന് അവർ നല്ലവണ്ണം അറിയുകയും മേൽ പറഞ്ഞ പോലെ തൗബ ചെയ്ത് ഷഹാദത്ത് പുതുക്കുവാൻ അവരോട് ആജ്ഞാപിക്കുകയും വേണം. എന്നിട്ടും അവർ ഇപ്രകാരം തൗബ ചെയ്യാത്ത പക്ഷം അവർ മുർത്തദ്ദുകളാകയാൽ, ഇനി എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ നന്നായി കേൾക്കുക, അവർ മുർത്തദ്ദുകളാകയാൽ അവർ മുസ്ലിം സമുദായവുമായി വേർപ്പെടുകയും ഇസ്ലാം ദീനിൽ നിന്ന് മുർത്തദ്ദാകുകയും ചെയ്തിട്ടുള്ളവരാണെന്ന് പ്രസിദ്ധപ്പെടുത്തുകയും അവരുമായുള്ള നിക്കാഹ് അഥവാ വിവാഹബന്ധം, തവാറുസ് അഥവാ അനന്തരാവകാശം മുതലായ എല്ലാ ഇസ്ലാമിക ബന്ധവും വിടുകയും വേണം. യാ അഹ്മദ് അൽ കബീർ അഗ്സിനി എന്ന് പറഞ്ഞവര് മുർത്തദ്ദുകളാണ്. അവരുമായുള്ള വിവാഹബന്ധം ഒഴിവാക്കണം, അനന്തരാവകാശം എടുക്കാൻ പാടില്ല. പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ? ഞാൻ ഈ സമയത്ത് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സകല മുജാഹിദ് ഗ്രൂപ്പുകളോടും അതിന്റെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ KM മൗലവി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഭാര്യമാരുമായുള്ള സുന്നി ഭാര്യമാരുമായുള്ള അല്ലെങ്കിൽ സുന്നി ഭർത്താക്കന്മാരുമായുള്ള വിവാഹബന്ധം ഞങ്ങളിതാ മുറിച്ചിരിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രപിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയ അനന്തര സ്വത്ത് ഞങ്ങൾ വലിച്ചെറിയുന്നുവെന്നോ പറയാൻ ആണത്വമുള്ള ആർജവത്വമുള്ള ഏതെങ്കിലും ഒരു വഹാബി മൗലവി ഉണ്ടോ? ഷുഐലി മൗലവി പ്രസംഗിക്കുമ്പോൾ ആലോചിക്കണം. ഇത് ഞങ്ങളുടെ നേതാക്കന്മാർ ചോദിച്ചതാണ്. ഹമീദ് വൈസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് തന്നെ പത്രക്കുറിപ്പിലൂടെ ആ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഇത് KM മൗലവി മാത്രമല്ല പറയുന്നത്. ഈ പുസ്തകം അൽ ഇസ്ലാഹ് മാസിക 2015 ഒക്ടോബറിലക്കം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസിക, മുജാഹിദുകാരുടെ മാസികയാണ്. ഈ മാസികയിൽ ഖുബൂരികളോടുള്ള അഹ്ലുസുന്നയുടെ നിലപാട് എന്ന കവർ സ്റ്റോറി, പേജുകളോളമുള്ള ഈ കവർ സ്റ്റോറി എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ഇതിൽ പറയുന്നത് സുന്നികളെ ഖുബൂരികൾ എന്നാണ് തലവാചകത്തിൽ പരിചയപ്പെടുത്തുന്നത്. അവർ മുശ്രിക്കുമാണ്, കാഫിറുമാണ്. ഇതിലേതാണ് അവൻ വിശ്വാസത്തിന്റെ വൃത്തത്തിന് പുറത്തുള്ള മുശ്രിക്കാണ്, മുശ്രിക്ക് കാഫിറുമാണ്
എന്നിട്ട് പറയാണ് അവന് അനന്തരാവകാശത്തിന് അർഹതയില്ലെന്നും അവന്റെ സ്വത്ത് മുസ്ലിം അനന്തരമെടുക്കാൻ പാടില്ലെന്നും ലജ്ന വ്യക്തമാക്കിയിട്ടുണ്ട്. ലജ്ന എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള വഹാബികളുടെ ഫത്വ ബോർഡാണ്. അനന്തരാവകാശത്തിന് എടുക്കാൻ പാടില്ല, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഇസ്തിഗാസയും തവസ്സുലൊക്കെ ചെയ്യുന്ന ആളുകളെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, അത് അവരുടെ ഭാഷയാണ്, ദുആ ചെയ്യുന്ന, നേർച്ചയാക്കുന്ന, ഇസ്തിഗാസ നടത്തുന്ന, ജാറത്തിൽ പോകുന്ന, ജാറത്തെ തവാഫ് ചെയ്യുന്ന, പുഷ്പാർച്ചന ചെയ്യുന്ന, അങ്ങനെ അതും കൂടി ആഡ് ചെയ്യാണ് അവരുടെ വകയായിട്ട്. എന്തോ ഖുബൂരിക്ക് എങ്ങനെ സക്കാത്ത് നൽകാൻ പറ്റും? സക്കാത്ത് കൊടുക്കരുത്. ശിർക്കൽ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും പുലർത്തുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരാളെ തുടരാൻ പാടില്ല നിസ്കാരത്തിൽ. ഇത് 2015 എഴുതി വെക്കുന്നത്. ആ തുടർച്ച അവന്റെയും അവന്റെ അതേ പ്രവൃത്തി ചെയ്യുന്നവന്റെയും പിന്നിൽ വെച്ച് നമസ്കരിക്കാവതല്ല. മാത്രമല്ല ഇത് പറയുന്നത്. അതുകൊണ്ടാണ് എസ് കെ ഇസ്തിഖാമ പറഞ്ഞത് ഇതിന്റെ പ്രതികൾ മുജാഹിദുകൾ തന്നെ എന്ന് പറഞ്ഞത്. ഒരു ചുവരി മൗലവിയുടെ ഒറ്റപ്പെട്ട ശബ്ദമല്ല ഇത്. ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശബ്ദമാണ്, KM മൗലവിയുടെ ശബ്ദമാണ്, ഉമർ മൗലവിയുടെ ശബ്ദമാണ്, KNMന്റെ ശബ്ദമാണ്, അൽ ഇസ്ലാഹിന്റെ ശബ്ദമാണ്, ലജ്നത്തു ദായിമയുടെ ശബ്ദമാണ്, ശൈഖ് ഇബ്നു ബാസിന്റെ ശബ്ദമാണ്, വഹാബി പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള ശബ്ദമാണ്. ഇപ്പൊ പറയാം ഞങ്ങൾക്ക് ആ പരിപാടി ഒന്നുമില്ല, ഞങ്ങൾ ശിർക്കും കുഫറൊക്കെ പറയുള്ളൂ, മറ്റേതൊന്നും ഞങ്ങൾ പറയുന്നില്ല എന്ന് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വ്യാമോഹിക്കാൻ പറ്റില്ല. തീർന്നില്ല. മയ്യിത്ത് നിസ്കാരം ഇവരുടെ പിന്നിൽ നമസ്കരിക്കാവതല്ല. കാരണം അവർ മുശ്രിക്കുകളാണ്. ഇവരുടെ ഈ പ്രവർത്തനം വലിയ ശിർക്കാണ്. ഇവരുടെ പിന്നിൽ നമസ്കരിക്കാവതല്ല, അവരുടെ മയ്യത്തിന് വേണ്ടിയും നമസ്കരിക്കാവതല്ല. എഴുതാണ്. ബുർദ ആലപിക്കുന്നവരെ സംബന്ധിച്ച് ബുർദക്കാരന്റെ ബുർദ നമുക്കറിയാമല്ലോ. ബുർദക്കാരന്റെ യാ അക്രമൽ ഖൽഖി ഇല്ലം തകുൻ ആഖിദൻ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ പോലുള്ള കവിതകൾ അതിലുണ്ടെന്നെങ്കിൽ അവ കുഫ്റൻ കവിതകളാണ്. ഇത് പിഴച്ച വിശ്വാസമാണ്. പള്ളിയുടെ ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ഇമാമിന് പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല. ചോയ്ലി പറഞ്ഞത് തന്നെയല്ലേ? ചോയ്ലി പറഞ്ഞ കുത്തുബിയത്ത് നടത്തുന്ന പള്ളികൾ അമ്പലങ്ങളാണ്. ഈ ഉള്ളവൻ കഴിഞ്ഞ വർഷം ദർസ് നടത്തിയുന്ന പള്ളിയിൽ എല്ലാ മാസവും 11-ന്റെ അന്ന് ഞങ്ങൾ കുത്തുബിയത്ത് നടത്തിയിരുന്നു. അമ്പലങ്ങളാണ് എന്ന് പറഞ്ഞു. ഇത് ഇയാളുടെ മാത്രം വാദല്ല, ഇത് വഹാബി പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അണപൊട്ടി ഒഴുകുന്ന സ്ഥാപിത കാലം മുതൽക്ക് ഇന്നേ വരേക്കുമുള്ള വാദങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പ്രതികൾ മുജാഹിദുകൾ തന്നെ എന്ന് പറയാൻ കാരണം. ഇനി അർത്ഥത് ഭക്ഷിക്കാൻ പറ്റുമോ? സുന്നികൾ അർത്ഥത് അവർക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? മുശ്രിക്ക് അർത്ഥത് തിന്നാവതല്ല, അവന്റെ പിന്നിൽ നമസ്കരിക്കാവതുമല്ല, അവന്റെ നിസ്കാരവും നോമ്പും സദഖയും സ്വീകരിക്കപ്പെടില്ല. ചോയ്ലി പറഞ്ഞു തന്നെയല്ലേ? അവൻ വൈൻ സല്ല വൈൻ സാമ വൈൻ സക്കാ എന്നല്ല പറയുന്നത്, വൈൻ സക്കാ എന്നാ പറഞ്ഞത്. അതെന്തായിക്കോട്ടെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു ആക്ഷേപമായിട്ട് പറയാം, എല്ലാവർക്കും സംഭവിക്കാം. പിന്നെ മക്കത്ത് പോയി ഹജ്ജ് ചെയ്താലും ശരി, നിസ്കരിച്ചാലും ശരി, നോമ്പ് നോറ്റാലും സക്കാത്ത് കൊടുത്താലും ശരി, അവൻ മുസ്ലിം അല്ല, അവന്റെ പിന്നിൽ നിസ്കാരം ശരിയല്ല എന്നല്ലേ അതന്നെ ഇതിലിരുന്ന്. മുശ്രിക്ക് അർത്ഥം തിന്നാവതല്ല, അവന്റെ പിന്നിൽ നമസ്കരിക്കാവതുമല്ല, അവന്റെ നമസ്കാരവും നോമ്പും സദഖയും സ്വീകരിക്കപ്പെടില്ല, അവൻ മക്കയിൽ പ്രവേശിക്കുന്നത് അനുവദനീയമല്ല. മക്കയിൽ പ്രവേശിക്കുന്നത് അനുവദനീയമല്ല എന്നാ പറഞ്ഞു. അതേതായാലും സൗദി ഗവൺമെന്റ് അംഗീകരിക്കൂല, കാരണം അതൊരു അവരുടെ സാമ്പത്തികത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി നോക്കൂ നിങ്ങൾ, വേട്ടപ്പട്ടികളെക്കാൾ മോശമെന്ന് പറയുന്നത്. വേട്ടപ്പട്ടി തിന്നാതെ പിടിച്ചു കൊണ്ടുവന്നത് നമുക്ക് തിന്നാമെന്നത് ഇസ്ലാം അനുവദിച്ചതാണ്. ബിസ്മി ചൊല്ലി വേട്ടനായ അയക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം. നായ ഏതായാലും സ്വമേധയ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ശിർക്ക് ചെയ്യാത്ത ജീവിയാണല്ലോ. മുസ്ലിമായ മനുഷ്യൻ ബിസ്മി ചൊല്ലി വിട്ട ശിർക്ക് ചെയ്യാത്ത നായ പിടിച്ചു കൊണ്ടുവന്നതിനോട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് ചെയ്യുന്ന ഒരാൾ അർത്ഥത്തിനെ എങ്ങനെ സാമ്യപ്പെടുത്താനാകും? ഇതൊക്കെ പാടവിടെ വായിച്ചാൽ ഇത് ഒരുപാട് 10-20 പേജുകളുണ്ട്, കവർ സ്റ്റോറിയാണ്. അപ്പോൾ ഈ വാദം, ചുഴലിയുടെ വാദം ഒറ്റപ്പെട്ട വാദമല്ല.
അയാൾ ഒറ്റപ്പെട്ട ആളുമല്ല, മറിച്ച് അവരുടെ ഔദ്യോഗിക വേദികളിൽ, അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ വിഷയാവതാരകനായിട്ട് കൊണ്ടു നടന്നിരുന്ന മനുഷ്യൻ. ഇപ്പോഴും അവരുടെ പള്ളിയിൽ ഇമാമായി അല്ലെങ്കിൽ പ്രഭാഷകനായിട്ട് പ്രഭാഷണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അതിനെ ഒറ്റപ്പെട്ട അജ്ഞാതമായ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ വന്ന ഒരു പാട്ടുമായിട്ട് സമീകരിച്ചിട്ട് ആ പാട്ടും കെട്ടും ഇപ്പുറത്തേക്ക് ഇടുക. ആ കാര്യം നടക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. വഹാബി പ്രസ്ഥാനത്തിന് ഈ തക്ഫീറിന്റെ ഭീകരതകൾ അതിഭയാനകമായിട്ട് അരങ്ങേറിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എങ്ങനെയാണ് ശ്രുതിപ്പെട്ടത്? അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ വായിച്ചാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജീവിതവും ചരിത്രവും സന്ദേശവും എന്ന് പറയുന്ന കട്ടിയുള്ള പുസ്തകം മലയാളത്തിൽ വാങ്ങാൻ കിട്ടും. അതിലടക്കം പറയുന്നുണ്ട് എങ്ങനെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രസിദ്ധനായി തീർന്നത്. ഇങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ പ്രസിദ്ധിക്ക് ഓരോ നിമിത്തം ഉണ്ടാവും. അത് ചിലപ്പോൾ നല്ല കാര്യത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സദസ്യ എരപ്പാക്കിയുടെ പേരിലൊക്കെ ചില ആളുകൾ പ്രസിദ്ധരാവും. പിന്നെ 25 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അന്ന് എരപ്പാക്കി പോയ മനുഷ്യനാണല്ലോ വരുന്നത് എന്ന് ആൾക്കാർ പറയും, അല്ലേ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. പ്രസിദ്ധിക്ക് പല കാരണങ്ങളുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രസിദ്ധപ്പെട്ടത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന പുസ്തകത്തിൽ കാണാം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രസിദ്ധപ്പെട്ടത് മഹാനായ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, സൈലിമത്തുമായിട്ടുള്ള യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാമിനെ ആയിരക്കണക്കിന് ഭടന്മാരുമായിട്ട് വന്നിട്ട് തച്ച് പൊളിച്ച് നശിപ്പിച്ച് തകർത്തു തരിപ്പണമാക്കി. സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ അവിടുത്തെ മഖാമിനെ അടിച്ച് നിരപ്പാക്കി എന്നുള്ളത്. ഇതിലൂടെയാണ് അദ്ദേഹത്തിന് പ്രസിദ്ധി ഉണ്ടായത് എന്ന് അവരുടെ പുസ്തകങ്ങൾ തന്നെ രേഖപ്പെടുത്തുക. പ്രൊഫസർ കുട്ടശ്ശേരി മൗലവിയുടെ ഇസ്ലാമിന്റെ ചരിത്രപാതയിലൂടെ എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ 842 പേജിൽ ഈ കാര്യം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ജുബൈൽ പട്ടണത്തിൽ സെയ്ദ് ബിൻ ഖത്താബിന്റേതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖബറിന് മുകളിൽ ഒരു കുബ്ബയുണ്ടായി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് അതിനെ സ്പർശിച്ചു പുണ്യം നേടുകയും അവിടുത്തെ മണ്ണിൽ കിടന്നുരുളുകയും ചെയ്യുമായിരുന്നു. ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം അമീർ 6000 അശ്വഭടന്മാരെയും കൂട്ടി കുബ്ബ പൊളിക്കാൻ പോയി. അവരെ തടയാൻ വേണ്ടി വന്നവർ അമീറിന്റെ സൈന്യം വിരട്ടി ഓടിച്ചു. മഹാന്മാരുടെ മഖാമുകൾ സിയാറത്തിനും തബറുക്കിനും സൗകര്യപ്പെടുത്തുവാൻ വേണ്ടി, അതുപോലെ തന്നെ അവരുടെ സ്മരണ ജനമനസ്സുകളിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുവാൻ വേണ്ടി എന്ന ശരിയായ ലക്ഷ്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന കുബ്ബകൾ, ആ ആവശ്യാർത്ഥം കെട്ടിപ്പടുത്തപ്പെടുന്ന മഖാമുകൾ, അതൊരിക്കലും തന്നെ ഇസ്ലാം വിരോധിച്ചിട്ടില്ല. അത് അനുവദനീയമാണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നമ്മുടെ ഇമാമുമാർ, നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രാമാണികമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്രമാണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘമായ യാത്രയെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ അവിടെ റസൂലുള്ളാഹി യാത്രയില് ഒരു പള്ളിക്ക് കയറി നിസ്കരിക്കാം. എന്താണ് ആ പള്ളിയുടെ പ്രത്യേകത? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇൻദഹു ഇസ്നാനി ഔ സലാസത്തു ഖുബൂരിൻ അലൈഹാ ആ പള്ളിയുടെ അരികിൽ 2 അല്ലെങ്കിൽ 3 ഖബറുകളുണ്ട്. ആ ഖബറിന്റെ പ്രത്യേകത എന്താണ്? ആ ഖബർ കല്ലുകൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയിട്ടുണ്ട്. അതാണ് ആ പള്ളിയുടെ പ്രത്യേകതയായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്തേ റസൂൽ അത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞില്ല? ഇത് സ്വഹീഹുൽ ബുഖാരിയില്ലേ? അപ്പൊ ഖബറുകൾ ചില സന്ദർഭങ്ങളിൽ അത് കെട്ടിപ്പടുക്കാമെന്നും മഹാന്മാരുടേത് അവിടെ സിയാറത്തിനും മറ്റും സൗകര്യപ്പെടുത്താമെന്നുമുള്ളത് വളരെ കൃത്യമായി പ്രാമാണികമായി നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയ കാര്യമാണ്.
അങ്ങനെയുള്ള ഒരു മഖാമിനെ, സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാമിനെ, അവിടുത്തെ ഖബറിടത്തെ തകർത്തു തരിപ്പണമാക്കുകയാണ് 6000 അശ്വഭടന്മാരുമായിട്ട്. അതുമുതൽക്കാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനശ്രദ്ധ നേടാൻ തുടങ്ങുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പടയോട്ടായിരുന്നു. ആ പടയോട്ടത്തിൽ 10,000 കൊല ചെയ്യപ്പെട്ടു. എത്രയോ പണ്ഡിതന്മാർ അറുകൊല ചെയ്യപ്പെട്ടു. വലിയ വലിയ ആലിമീങ്ങൾ അറുകൊല ചെയ്യപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കയിലും മദീനയിലുമുള്ള വിലപിടിപ്പുള്ളതായ സ്വത്തുക്കൾ അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഇത് നമ്മളല്ല എഴുതുന്നത്, പ്രൊഫസർ കൊട്ടശ്ശേരി എഴുതുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് ആ കാര്യം എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ ഒരു വരി മാത്രം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം പറയാണ്, ഇതിലേതാണ്: ജനങ്ങൾ പുണ്യസ്ഥലങ്ങളായി ഗണിച്ചു ആദരങ്ങൾ അർപ്പിക്കുന്ന സ്ഥലങ്ങളുടെ നേരെയെല്ലാം അവരുടെ കൈകൾ നീണ്ടു. ഖദീജ ബീവിയുടെ കുബ്ബ, നബി ജനിച്ച സ്ഥലത്തെ കുബ്ബ, സ്വഹാബി വര്യന്മാരുടെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ആദരം കൽപ്പിക്കുന്ന സ്മാരകങ്ങൾ എല്ലാം തട്ടി നിരപ്പാക്കിയ സഊദികൾ, റസൂലിന്റെ വിശുദ്ധദേഹം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തുള്ള ആഭരണങ്ങളും നിക്ഷേപങ്ങളും എല്ലാം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ഈ നടപടികൾ ജനങ്ങളിൽ കടുത്ത അമർഷവും സങ്കടങ്ങളും ഇളക്കിവിടുക സ്വാഭാവികമായിരുന്നു. ചരിത്രാവശിഷ്ടങ്ങളും കലാസ്മാരകങ്ങളും നശിപ്പിച്ചു. ഒരു രാജ്യത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ നശിപ്പിക്കുകയാണ്, കലാസ്മാരകങ്ങൾ നശിപ്പിക്കുകയാണ് എന്ന് പരിതപിക്കുന്നവരുമുണ്ടായിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയഗതികളോട് യോജിക്കുന്നവരിലും ഇവ പ്രയോഗവൽക്കരിക്കുന്നതിന് സ്വീകരിച്ച ഇത്രയും കർക്കശവും പ്രകോപനപരവുമായ രീതിയെ വിമർശിക്കുന്നവരും. അപ്പൊ ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങൾക്ക് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ ആ അടിത്തറയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കടന്നാക്രമണം, ആ കടന്നാക്രമണത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രഭാഷകൻ പറഞ്ഞത്, കേന്ദ്രമെങ്ങാനും ഭരണം കിട്ടുകയാണെങ്കിൽ, സൗദിയുടെ ഭരണം കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ഭരണ നടപടി മദീനത്തെ പച്ചക്കുബ്ബ തച്ചു തകർക്കലായിരിക്കുമെന്ന്. കേരളത്തിലുള്ള മദ്രസകളിൽ പഠിക്കുന്ന പിഞ്ചോമന മക്കൾ, ആ മക്കളെ ഖളിർ അലൈഹിസ്സലാം ആ കുട്ടിയെ കൊന്നതുപോലെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് പ്രസംഗിച്ച പ്രഭാഷകൻ, അതും നമ്മുടെ കേരളത്തിലല്ലേ. മുസ്ലിയാക്കന്മാരെ ചങ്ങലക്കിടണം എന്ന് പ്രസംഗിച്ച പ്രഭാഷകൻ, പാണക്കാട് സയ്യിദുമാരെ ശബരിമലയിലുള്ള പൂജാരിമാരാക്കണം എന്ന് പ്രസംഗിച്ചവർ, ഇതൊക്കെ നമ്മുടെ മലയാള നാട്ടിൽ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ സാധ്യമല്ല, നാം വെറുതെ പറയുകയല്ല. അപ്പൊ ഖവാരിജുകളിൽ നിന്ന് ആരംഭിച്ച് വഹാബി പ്രസ്ഥാനത്തിലൂടെ നടമാടിയ ഈ കാഫിറാക്കൽ എന്ന് പറയുന്ന ഈ പരിപാടി കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ലത്. ആ പ്രഖ്യാപനത്തിന്റെ അനുരണനങ്ങളായിട്ട് മുസ്ലിമീങ്ങളോട് കടുത്ത വെറുപ്പും ഈർഷ്യതയും വെച്ചു പുലർത്തുകയും തക്കം കിട്ടുകയാണെങ്കിൽ അവരുടെ സ്മാരകങ്ങൾ തച്ചു തകർക്കുകയും വേദി കിട്ടുകയാണെങ്കിൽ അവരുടെ ജീവന് തന്നെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന ഭീകരതയാണ് ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒന്ന്. രണ്ടാമത്, ഇവർ അവരുടെ അനുയായികളിൽ ഉണ്ടാക്കുന്നത് നവോത്ഥാനമല്ല, ബൗദ്ധികതയല്ല, മറിച്ച് തനിച്ച, നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സഫാഹത്ത്, വിഡ്ഢിത്തം, കുറെ വിഡ്ഢികളെ ഉൽപ്പാദിപ്പിക്കാം. മിനിഞ്ഞാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഈ പരിപാടിയുടെ പ്രചാരണങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരാൾ എനിക്ക് വിളിക്കാം, നിങ്ങൾ പണ്ട് മംഗലാപുരം സംവാദത്തിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞ ആളല്ലേ? ഞാൻ പറഞ്ഞു, എന്നോട് ചോദ്യം വന്നു, അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഖാലിഖല്ല മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരു മുഹിയുദ്ദീൻ ഷെയ്ഖ് മാത്രമാണ് എന്നാണോ വിശ്വാസമെങ്കിൽ അങ്ങനെ പറയുന്നത് ശിർക്കല്ല. അപ്പൊ അത് ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞൊരു ഒരു ദുആല്ലേ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഫാത്തിഹ കഴിഞ്ഞിട്ട് അൽ ബഖറ സൂറത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ കണ്ടിട്ടുണ്ട്.
അതില് ആമന റസൂൽ ഓതിയിട്ടുണ്ടോ? അത് ഓതിയിട്ടുണ്ട്. അതിൽ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ എന്ന ദുആ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സ്പെല്ലിംഗ് മൂസാ നബി അലൈഹിസ്സലാം ഖളിർ നബിയോട് പറഞ്ഞതായിട്ട് ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞു. അപ്പൊ അയാൾ ഖുർആൻ എന്താണെന്ന് അറിയില്ല. അയാളാ എന്നെ ചോദ്യം ചെയ്യണത്. സൂറത്തുൽ കഹ്ഫിൽ ലാ തുആഖിദ്നി ബിമാ നസീതു എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഖളിർ നബിയോട് പറഞ്ഞതോ അത് പ്രാർത്ഥനയാണോ? മാഇസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി. എന്നാ അതേ റസൂലുള്ളാഹ് പറയുന്നു അല്ലാഹുമ്മ ത്വഹിർനി. അപ്പൊ അല്ലാഹുവിനോട് പറയുന്ന ആ സ്പെല്ലിംഗ് സ്വഹാബി നബിയോട് പറഞ്ഞു. ഇത് ശിർക്കാണോ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഇസ്തിആദത്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട നമ്മൾ ഖുർആനിലൂടെയും ഹദീസിലൂടെയും എത്രയോ തെളിവുകൾ അതിനുണ്ട്. എന്നാൽ അബൂ മസ്ഊദ് അൽ ബദരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭൃത്യനെ അതികഠിനമായി അടിക്കുമ്പോൾ ആ ഭൃത്യൻ പറയാണ് അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ താങ്കളെ തൊട്ട് കാവൽ തേടുന്നു. പക്ഷെ അടി നിർത്തിയില്ല. അപ്പോൾ ആ റസൂലുള്ളാഹി കടന്നു വരുന്നത് അഊദു ബി റസൂലില്ലാഹ്. അപ്പൊ അടിയെ നിർത്തി. അപ്പൊ അഊദു ബില്ലാഹ് എന്നതിനോട് സ്പെല്ലിംഗിൽ സാദൃശ്യത ഉണ്ട്, അല്ലെങ്കിൽ അതേ അക്ഷരങ്ങളാണ് എന്നതുകൊണ്ട് ഇത് ശിർക്കാണോ? ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ളതല്ലേ? അതുകൊണ്ട് സഹോദര, ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു ആ സഹോദരനോട്, അത് ഒരു വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭാഷണം നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്ന് അൽ കഹ്ഫ് ഓതേണ്ട ദിവസമാണ്, നീ നന്നായിട്ട് അൽ കഹ്ഫ് ഓതണം. അപ്പൊ ആ കുട്ടി എന്നോട് പറയാണ്, അല്ലെങ്കിൽ ആ മുജാഹിദുകാരൻ എന്നോട് പറയാണ് അൽ കഹ്ഫോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ അൽ കഹ്ഫ് എന്താ സാധനം? അൽ കഹ്ഫ് എന്ന് പറയൂ സഹോദര. അപ്പൊ എന്താണ് ഖുർആൻ? ഖുർആനിലുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്? അതിലുള്ള വിഷയങ്ങൾ എന്താണ്? അതിലുള്ള ആയത്ത് എന്താണ്? അതിന്റെ ഉച്ചാരണം എങ്ങനെയാണ്? ഇതൊന്നും അറിയാത്ത ആയിരക്കണക്കിന് വിഡ്ഢികളെ ഇവിടെ സമൂഹത്തിന് സമ്മാനിച്ചു എന്നതാണ് വഹാബി പ്രസ്ഥാനം നമുക്ക് നൽകിയ സംഭാവന. അതിനപ്പുറം ഒരു സംഭാവനയും അവർ നൽകിയിട്ടില്ല. വിവരമില്ല എന്ന വിവരമില്ലായ്മയുടെ വിഡ്ഢിത്തം. വിവരമില്ലായ്മ വിഡ്ഢിത്തല്ല, നമുക്കൊന്നും വിവരമില്ല. പക്ഷെ വിവരമില്ല എന്ന തിരിച്ചറിവാണ് ബുദ്ധിമാനിയുടേത്. അതില്ലാത്ത വിഡ്ഢിത്തത്തിന്റെ വക്താക്കളായ കുറെ ആളുകളെ സംഭാവന ചെയ്യാൻ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പരിണിതിയാണ് ചുഴലി മൗലവിയോട് നമ്മൾ കണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന്റെ സമകാലിക പശ്ചാത്തലങ്ങളും തക്ഫീറിന്റെ അവരുടെ ഒരുപാട് കാലഘട്ടങ്ങളെ വേർഷനുകളും എല്ലാം ഉമർ മൗലവിയുടേത്, ഇ.കെ. മുസ്ലിയാരോട് പറഞ്ഞത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലിപ്പിങ്ങുകൾ ഇവിടെ വരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വാക്ക് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.